ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്സ്ഫോർഡിലാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും ഫേമസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് കൂടുതൽ പരിചയം ഉണ്ടാവുക നമ്മുടെ വാക്സിൻ നമ്മളൊക്കെ എടുക്കുന്ന കോവിഷീൽഡില്ലേ, അത് ഓക്സ്ഫോർഡിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ പരിചയം നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം 9 മണിക്ക് ലണ്ടനിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ബസ്സിലാണ് ഓക്സ്ഫോർഡിലേക്ക് പോകുന്നത്. ഓക്സ്ഫോർഡ് ട്യൂബ് എന്ന് പറയുന്ന ബസ്സിൽ ഏകദേശം 2 മണിക്കൂർ എടുത്തു ഓക്സ്ഫോർഡിലെത്താൻ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തേംസിൻ്റെ തീരത്താണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ സൈഡിലാണ് തേംസ് നദി. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഹാരി പോട്ടർ വാക്കിംഗ് ടൂറിനാണ്. ഫ്രണ്ടിൽ കാണുന്ന പിങ്ക് കോട്ടിട്ട ലൂസി എന്ന് പറഞ്ഞ ഗൈഡാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹാരി പോട്ടർ മിക്കതും ഷൂട്ട് ചെയ്തത് എവിടെയാണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇനി നമ്മളൊരു അത്ഭുതം കാണാൻ പോവാണ്. അവർ പറഞ്ഞത് അത് അത്ഭുതമാണെന്നാണ്. കാരണം അവർക്കും അതെങ്ങനെയാണ് അവിടെ വന്നേന്ന് അറിയില്ല. കണ്ടോ, ഹാരി പോട്ടറിൻ്റെ നെറ്റിയിലുള്ള മാർക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ പേരാണ് ബോഡ്ലിയൻ ലൈബ്രറി. ആ ലൈബ്രറിയുടെ ഡിവിനിറ്റി ഹാളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡിവിനിറ്റി ഹാളിലാണ് ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഹോസ്പിറ്റലായിട്ടൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല, കാരണം അവിടെ ഒരു വെഡ്ഡിങ് സെറിമണി നടക്കുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആരും കടത്തിയില്ല. പക്ഷെ ഞങ്ങൾ ചുമ്മാ ആ വാതിലവിടെയൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ശരിക്കും ആ ഹോസ്പിറ്റൽ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ബോഡ്ലിയൻ ലൈബ്രറിയുടെ ഉൾഭാഗമാണ്. ഇത് ബ്രിട്ടനിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ലൈബ്രറിയാണ്. ഇതിൽ 1.5 കോടി പ്രിൻറ്റഡ് ഐറ്റംസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിഭാഗത്ത് പോലും ബുക്കുകളാണെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് റാഡ്ക്ലിഫ് ക്യാമറ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. ഇത് പണ്ടൊരു ലൈബ്രറി ആയിരുന്നു. ഇപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ബോഡ്ലിയൻ ലൈബ്രറിയുടെ റീഡിംഗ് ഹാളായിട്ടാണ്. നിങ്ങൾ ഓക്സ്ഫോർഡിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇമേജസ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ എന്തായാലും ആദ്യമേ വരും. ഇത് ഓക്സ്ഫോർഡിൻ്റെ ഒരു ഐക്കണായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിലാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രിൻ്റ് ചെയ്യുന്നത്. അത് ഈ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ്. അതേപോലെ തന്നെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി മ്യൂസിയവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ക്രൈസ്റ്റ് ചർച്ച് കോളേജ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കോളേജാണ് ക്രൈസ്റ്റ് ചർച്ച് കോളേജ്. ഹാരി പോട്ടർ കണ്ടവർക്ക് ആർക്കും ഗ്രേറ്റ് ഹാള് മറക്കാൻ കഴിയില്ല. ആ ഹാള് ഈ ക്രൈസ്റ്റ് ചർച്ച് കോളേജിൻ്റെ ഡൈനിങ് ഹാള് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അതേപോലെ ഷൂട്ട് ചെയ്തതാണ്. അതുമാത്രമല്ല പ്രത്യേകത, ആലിസ് ഇൻ വണ്ടർലാൻഡ് സിനിമ കണ്ടവർക്ക് അറിയാം, ആലീസ് മരുന്ന് കഴിച്ചിട്ട് ഒരു ഹോളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് വലുതായിട്ട്. ആ വരുന്നത് ഒരു ഗാർഡനിലേക്കാണ്. ആ ഗാർഡനും ക്രൈസ്റ്റ് ചർച്ച് കോളേജിൻ്റെ ഭാഗമാണ്. ഹോള് നമുക്ക് കയറി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഹോളിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഹോളിൻ്റെ ഫോട്ടോ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്രൈസ്റ്റ് ചർച്ച് കോളേജിൻ്റെ മെയിൻ ഗേറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ കോളേജിൻ്റെ വലുപ്പം. ഇത് ഓക്സ്ഫോർഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് പബ്ബാണ്. പബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാറ്. ഇത് ഏകദേശം തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 1242 തുടങ്ങിയ ബാറാണ്. ഇതാണ് ഓക്സ്ഫോർഡിലെ കവേർഡ് മാർക്കറ്റ്. ഇത് 1774 സ്റ്റാർട്ട് ചെയ്തതാണ്.
ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാം കിട്ടും. അതായത് ജ്വല്ലറി, സോവനിയേഴ്സ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടും. കവേർഡാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നമ്മളിപ്പോൾ ഹാരി പോട്ടർ വാക്കിംഗ് ടൂറൊക്കെ കഴിഞ്ഞ് ഓക്സ്ഫോർഡ് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രേറ്റ് ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ആരംഭിച്ചത് 1621 അതായത് നമ്മളിപ്പോൾ 400 കൊല്ലം പഴക്കമുള്ള ഒരു ഗാർഡനിലാണ് നിൽക്കുന്നത്. ഈ ഗാർഡൻ തുടങ്ങിയത് യൂണിവേഴ്സിറ്റി കോളേജിലെ സ്റ്റുഡൻസിന് മെഡിസിനൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഗാർഡനാണ്. ഇതിലിപ്പോൾ 5000 ഡിഫറെൻറ്റ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ മരത്തിൽ നിൽക്കണ കണ്ടു. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പല ഷേപ്പിൽ പല വലിപ്പത്തിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നതല്ലാതെ ഞങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ആപ്പിൾ മരത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. ഇനി ഇവിടെ ഇരുന്നിട്ടായിരിക്കും ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടുണ്ടാവുക? അല്ല കേട്ടോ, ഏകദേശം 10 വർഷം മുമ്പ് 1 വയസ്സുള്ള ആപ്പിൾ മരങ്ങൾ കൊണ്ടുവച്ചതാണ് ഇവിടെ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ UK ഒരു തണുപ്പ് കൺട്രിയാണ്. അപ്പോൾ ആപ്പിളും പിയറൊക്കെ വളരാൻ നല്ല പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ടുകൂടിയാണ് ആപ്പിൾ മരങ്ങൾ ഇത്രയും നന്നായി പുഷ്പിച്ച് നിൽക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോളേജല്ല, 39 കോളേജുകൾ കൂടി ചേർന്ന് ആണ് ഓക്സ്ഫോർഡ്. അതായത് ആ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 39 കോളേജുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 1096 നമ്മുടെ കുറേ മഹാന്മാർ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി, ബെനസീർ ഭൂട്ടോ, ഡേവിഡ് കാമറൂൺ, ഇപ്പോഴത്തെ UK പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഡിഗ്രി മാത്രമാണ് ഇവിടെ. PhD എടുത്തത് ആൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് ഫേമസ് ആൾക്കാർ നമ്മുടെ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുക, ഏതൊരു പഠിക്കുന്ന ആളും ആഗ്രഹിക്കുന്നതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി കിട്ടുക എന്നുള്ളത്. ആപ്പിളിൻ്റെ ഇടയിൽ നിന്ന് സെൽഫി എടുക്കുന്ന നേരത്തെ എൻ്റെ തല തട്ടി ഒരു ആപ്പിൾ താഴെ വീണു.
പിന്നെ അത് കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു ആപ്പിളിന്. കാരണം ഓർഗാനിക് ആപ്പിളല്ലേ, മെഴുകൊന്നും ചേർക്കാത്ത നല്ല ഓർഗാനിക് ആപ്പിളായിരുന്നു. ഇനി നമുക്കൊരു ബോട്ടിങ്ങിന് പോയാലോ? ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് തന്നെ തുഴയാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരാൾ നമുക്ക് തുഴഞ്ഞു തരും. തന്നെ തുഴയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഒരാളെ കൂട്ടിന് വിളിച്ചിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്ക് തുഴയാണെങ്കിൽ 25 പൗണ്ടേ ഉള്ളൂ. ഒരാളെ കൂട്ടി തുഴയാൻ പോവുകയാണെങ്കിൽ 35 പൗണ്ട് ഉണ്ട്. കൂട്ടി തുഴയല്ല, ഒരാൾ നമുക്ക് തുഴഞ്ഞു തരും. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അതായത് 25 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിൽ 2500 രൂപയുടെ അടുത്ത് വരും. ആ കാണുന്നതൊക്കെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോയാരാട്ടോ. എല്ലാവരും കുടുങ്ങിക്കിടക്കുക, അവർക്ക് ശരിക്കും തുഴയാനൊന്നും അറിയാത്തതുകൊണ്ട്. ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരാളെ കൂട്ടിന് വിളിച്ചത് തുഴയാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ വല്ലയിടത്തും വല്ല മൂലയ്ക്കും കിടന്നേനെ. കണ്ടോ, ഇവർ തുഴയാനറിയാതെ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു ചെക്കനും പെണ്ണും. ഇത് തേംസ് നദി അല്ല കേട്ടോ, ഇത് ഷെവിൽ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറാണ്. ഈ തുഴയുന്നാളുടെ പ്രായം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവന് ഏകദേശം 15 വയസ്സേ ഉള്ളൂ. അതായത് ഇവിടുത്തെ 11th കഴിഞ്ഞ് നിൽക്കുകയാണ് അവൻ പാർട്ട് ടൈം ആയിട്ട് വെക്കേഷൻ ആയപ്പോൾ നേരം പോകാൻ വേണ്ടി വന്നതാണ്. ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും മഞ്ഞ കളറാണ്. പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉള്ളതാണ്ടാന്ന് തോന്നുന്നു. കാണുന്നവരൊക്കെ ചെറുപ്പക്കാരാണ്. ഒരു ഹാപ്പിയായി ജോളിയായി നടക്കുന്ന ചെറുപ്പക്കാരെ മാത്രമേ നമുക്ക് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ലണ്ടനേക്കാളും നീറ്റാണ്, തിരക്കും വളരെ കുറവുള്ള ഒരു സിറ്റിയാണ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ടുള്ള ഒരു സാധനം കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ. അതായത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിലിട്ടിട്ടില്ല. അത് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.